ഇസ്രായേൽ നിർമ്മിത ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ആഹ്വാനം. സൂപ്പർ മാർക്കറ്റുകളിലെ ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ തിരിച്ചറിയാൻ പരിശോധിക്കാനുമൊക്കെ പ്രത്യേക ആപ്പ്. ബഹിഷ്കരണം സംബന്ധിച്ച് മദ്രസകളിൽ പ്രത്യേകം ക്ലാസുകൾ നൽകണമെന്ന നിർദ്ദേശം. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പരിപാടിയിൽ വി റോർ ഫോർ ഗ്രാസ എന്ന സ്ട്രീറ്റ് വാക്കിലാണ് ഈ വിവാദ പരാമർശങ്ങൾ ഉണ്ടായത്. നമുക്ക് ആ പ്രതികരണം ഒന്നുകൂടി കേട്ട ശേഷം അനഘയിലേക്ക് പോകാം എന്ന് തോന്നുന്നു. ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ, അതുകൊണ്ടാണ് ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ അത് ഇസ്രായേലിന്റെ ഉൽപ്പന്നമാണോ അല്ലേ എന്നറിയാൻ നോ താങ്ക്സ് ആപ്പ് നമുക്കറിയാം. ഇസ്രായേലിൻ്റെതാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി പറയും വേണ്ട എന്ന് നമ്മോട് പറയും. അപ്പൊ ഇങ്ങനെ ഇസ്രായേൽ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കാനുള്ള ബാധ്യത നമ്മളുണ്ട്. നമുക്ക് അതുകൊണ്ട് സാധ്യമാവുന്ന രീതിയിൽ ഇസ്രായേൽ ഉൽപ്പന്നങ്ങളെ സാധ്യമാവുന്ന രീതിയിൽ മാത്രമല്ല, ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫലസ്തീൻ കോസിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ നിർബന്ധ ബാധ്യതയാണ് ഈ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ വീടുകളിൽ അത് വാങ്ങി കൊടുക്കാതിരിക്കുക, നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാതിരിക്കുക. നമ്മുടെ മദ്രസകളിലും സ്കൂളുകളിലും പാഠശാലകളിലും ഒരു അധ്യാപകൻ ഇന്ന് ധാർമ്മികതയുടെ പാഠമായ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങൾ നിങ്ങൾ ഇസ്രായേലിനെ സഹായിക്കരുത് പെണ്ണുമക്കളെ എന്നവരോട് പറയലാണ്. ആ പറയുന്നതിൽ ഉൽപ്പന്നങ്ങളുണ്ട്, മിഠായികളുണ്ട്, നമ്മുടെ കുട്ടികൾ സ്ഥിരമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പദാർത്ഥങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് ഇന്ന് ലോകത്തിന് നമ്മൾ നൽകേണ്ട ഏറ്റവും വലിയ വിദ്യാഭ്യാസം. വീണ്ടും അനഘ ഹർഷനിലേക്ക്. അനഘ പറഞ്ഞു വന്നത് തുടർന്നോളൂ. കൃഷ്ണ, അതായത് ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമി പാലസ്തീൻ ഐക്യദാർഢ്യം അല്ലെങ്കിൽ ഖാസയ്ക്ക് വേണ്ടി എന്നൊക്കെ രീതിയിൽ സംസാരിച്ചും ഇത്തരം സ്ട്രീറ്റ് വാക്കുകളും ഐക്യദാർഢ്യ സംഗമങ്ങളും ഒക്കെ തന്നെ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ മറവിൽ ഹമാസ് പോലുള്ള തീവ്രവാദ സംഘടനകൾക്ക് സപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് ഹമാസ് ഇസ്രായേലിന് ചെയ്ത കൊടും ക്രൂരത, ഇസ്രായേൽ എന്ന രാജ്യത്തേക്ക് കടന്നു കയറുകയും അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും പോലും കൊലപ്പെടുത്തുകയും ബലാത്സംഗം ചെയ്യുകയും ആ മൃതദേഹത്തോട് പോലും അനാദരവ് കാണിച്ചുകൊണ്ട് ആ വീഡിയോ അടക്കം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ പ്രചരിച്ചതാണ്. ഈ നിഷ്ഠൂര കൃത്യം ചെയ്ത ഹമാസ് എന്ന തീവ്രവാദികൾക്ക് വേണ്ടി സംസാരിക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി എല്ലാ കാലത്തും നിലകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും അത്തരത്തിൽ തന്നെയായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇസ്രായേലിന് ഏത് വിധേനയും തകർക്കുക അല്ലെങ്കിൽ ജൂതവിരോധം, അത് ഉള്ളിലുള്ള ജൂതവിരോധം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി പുറത്തെടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേലി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നേരത്തെ ഹാരിഫ് ഹുസൈൻ പറഞ്ഞതുപോലെ ഒരു തരിയെങ്കിലും ആത്മാർത്ഥതയോടെയാണ് ജമാഅത്തെ ഇസ്ലാമി ഈ ആഹ്വാനം നടത്തിയിരിക്കുന്നതെങ്കിൽ ആദ്യം അവർ ഈ ഫോൺ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ഫേസ്ബുക്ക് കണ്ടുപിടിച്ച മാർക്ക് സുക്കൻബർഗ്, അദ്ദേഹം ജൂതനാണ്, ആൽബർട്ട് ഐൻസ്റ്റീൻ ജൂതനാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അങ്ങനെ ഇതെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും ഇവർ ആത്മാർത്ഥമായിട്ടാണ് ഇസ്രായേലി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം നൽകുന്നതെങ്കിൽ. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് ഇസ്രായേൽ ഉൽപ്പന്നങ്ങളെ മുഴുവൻ ഉപേക്ഷിച്ച് ഒരു വ്യക്തിക്ക് ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽപ്പില്ല എന്നതാണ് വാസ്തവം. ഇത് കൃത്യമായി ജമാഅത്തെ ഇസ്ലാമിക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ അവരുടെ നിലപാടുകൾ എന്നും ഇത്തരത്തിനൊപ്പമാണ് എന്ന് പറയാൻ കൂടി വേണ്ടിയാണ് ഇത്തരം ആഹ്വാനങ്ങൾ നടത്തുന്നത് എന്നാണ്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ഒരു ആഹ്വാനത്തെ അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയുകയാണ് പൊതുസമൂഹം ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലൊരു ആഹ്വാനത്തിന് ഒരു വില പോലും സമൂഹം കൊടുക്കുന്നില്ല എന്നതാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുള്ളിലുള്ള ജൂതവിരോധവും അതുപോലെ തന്നെ എല്ലാ കാലത്തും മത തീവ്രവാദികൾക്കൊപ്പം നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുമൊക്കെ സമൂഹത്തിൽ പല രീതിയിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഈ ആഹ്വാനത്തെ പുച്ഛത്തോടെ, അർഹിക്കുന്ന പുച്ഛത്തോടെ തന്നെ പൊതുസമൂഹം തള്ളിക്കളയുകയാണ് എന്നതാണ് വാസ്തവം. കൃഷ്ണരാജ്. അനഘ, അല്ലെങ്കിലും വിപണിയിൽ കിട്ടുന്ന ഏറ്റവും നിലവാരമുള്ള സാധനങ്ങൾ വാങ്ങാനേ ആളുകൾ ശ്രമിക്കാറുള്ളൂ. സ്വാഭാവികമായും അതിനായിരിക്കും അവർ പ്രാധാന്യം നൽകുക. അപ്പോഴാണ് എത്രയോ വർഷങ്ങൾ പിന്നിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്ന ഇത്തരം പ്രചാരണങ്ങൾ നടത്താൻ ജമാഅത്തെ ഇസ്ലാമി പോലുള്ളവർ നടക്കുന്നത്, അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, ഇന്നലെ ആ സംഗമത്തിൽ, ആ സ്ട്രീറ്റ് വാക്കിൽ ജമാഅത്തെ ഇസ്ലാമിയിലുള്ള മറ്റൊരു നേതാവ്, വെൽഫെയർ പാർട്ടി നേതാവ് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അതായത് ഈ സുഡിയോ ബഹിഷ്കരിക്കാനുള്ള ഒരു ആഹ്വാനം SDPI പോലുള്ള ഒരു സംഘടന നടത്തിയിരുന്നു. അത് കൃത്യമായി തന്നെ ആ ആഹ്വാനത്തിന് എതിരെ ആണ് സമൂഹത്തിൽ പ്രചരണം ഉണ്ടായിരുന്നത്. അതായത് സ്റ്റുഡിയോയിൽ നിന്ന് വസ്ത്രങ്ങൾ വാങ്ങരുത് എന്നൊരു ആഹ്വാനമാണ് SDPI അടക്കമുള്ള
സംഘടന നടത്തിയിരുന്നത്. പക്ഷേ ആ പ്രസ്താവന നടത്തിയതിന്റെ തൊട്ടടുത്ത നിമിഷം മുതൽ വലിയ രീതിയിലുള്ള തിരക്ക്, ഇരട്ടിയിലധികം തിരക്കാണ് സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്. ആ ആഹ്വാനവും അക്ഷരാർത്ഥത്തിൽ പൊളിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൂടി ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അത്തരത്തിലൊരു ആഹ്വാനം SDPI പോലുള്ള തീവ്ര സംഘടനകൾ കൊടുത്തിട്ടും അത് സമൂഹം ഒരു വിലയും വെച്ചില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ആവരുത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ആഹ്വാനം എന്ന് സൂചിപ്പിക്കാനാണ് ഇന്നലെ വെൽഫെയർ പാർട്ടി നേതാവ് ഈ അവസരത്തിൽ അങ്ങനെ ഒരു പ്രസ്താവന കൂടി നടത്തിയത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ജൂതവിരോധം അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഉള്ളിലുണ്ട്. മാത്രമല്ല അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇസ്രായേൽ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം നൽകുന്നത്. അതിലേവർ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ആഹ്വാനം നൽകുന്നത് സോഷ്യൽ മീഡിയ വഴിയല്ല. ഏറ്റവും അധികം, അതായത് മതപഠനശാല, മദ്രസ പോലുള്ള മതപഠനശാലയിൽ ചെറിയ കുട്ടികളാണ്, ഒരു 1ഉം 2ഉം ഒക്കെ തന്നെ 4ഉം 5ഉം വയസ്സൊക്കെയുള്ള കുഞ്ഞു കുട്ടികളാണ് മദ്രസയിലുള്ളത്. ഈ മദ്രസയിലെ കുട്ടികൾക്കുള്ളിലേക്ക് ഈ വിഷം കുത്തിയിറക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നത് എന്നുകൂടി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് മദ്രസ അധ്യാപകർ ഇത്തരത്തിലുള്ള ജൂതവിരോധം അല്ലെങ്കിൽ ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനുള്ള കാര്യങ്ങൾ ഈ മദ്രസയിൽ പഠിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. ഇതിനൊരു ആപ്പ് ഉണ്ട്, ഇത്തരത്തിലൊരു ആപ്പ് ഉണ്ട്. ഈ ആപ്പ് വഴി സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുക, എന്നിട്ട് അത് ഇസ്രായേൽ ഉൽപ്പന്നങ്ങളാണോ എന്ന് പരിശോധിക്കുക. ഇത് പരിശോധിക്കുന്ന സമയത്ത് തന്നെ ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങളാണെങ്കിൽ അത് വേണ്ട എന്ന് പറയുമെന്നാണ് ഇന്നലെ ഈ ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഷിഹാബ് പൂക്കോട്ടൂർ പറഞ്ഞിരിക്കുന്നത്. അതായത് കൃത്യമായ ഒരു അജണ്ട സെറ്റ് ചെയ്ത് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള തീവ്ര സംഘടനകൾ, ഈ മുസ്ലിം തീവ്ര സംഘടനകൾ മുന്നോട്ട് പോകുന്നത് എന്നതാണ്. എന്തായാലും ഈ സ്റ്റുഡിയോ ഇത്തരത്തിൽ ബഹിഷ്കരിക്കാനുള്ള ഒരു ആഹ്വാനം ജമാഅത്തെ ഇസ്ലാമി അതുപോലെ SDPI പോലുള്ള തീവ്ര മുസ്ലിം സംഘടനകൾ നടത്തിയിരുന്നു. പക്ഷെ അത് അതേപടി പൊളിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് ഇവിടെയും ആവർത്തിക്കുകയാണ്. ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രസ്താവന അത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. സോഷ്യൽ മീഡിയയിൽ അടക്കം ജമാഅത്തെ ഇസ്ലാമിയെ ട്രോളിക്കൊണ്ടാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നത്. അതായത് ഇവർ ഈ ആഹ്വാനം നടത്തുന്ന സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ നവമാധ്യമങ്ങളും ഒക്കെ ജൂതന്റെ, ഇസ്രായേലിന്റെ സംഭാവനയാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഇവർ ഇതുവഴി ഇത് ഉപയോഗിക്കുക എന്ന് കൂടിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു തരിയെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത്തരത്തിൽ എല്ലാ ഈ ജൂതവിരോധം അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കാൻ ജമാഅത്തെ ഇസ്ലാമി തയ്യാറാകണം എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം പറയുന്നത്. കൃഷ്ണരാജ്. ശരി, ഇസ്രായേൽ നിർമ്മിത ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ആഹ്വാനം. സൂപ്പർ മാർക്കറ്റുകളിലെ ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ തിരിച്ചറിയാൻ പരിശോധിക്കാൻ ആപ്പുണ്ട്. മദ്രസകളിൽ ഇക്കാര്യം പ്രത്യേകം പഠിപ്പിക്കണം, പ്രത്യേകം ക്ലാസുകൾ നൽകണമെന്നൊക്കെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിർദ്ദേശം. പക്ഷേ പുതിയ കാലമാണ്, പുതിയ ലോകമാണ്. എല്ലാവർക്കും വേണ്ടത് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളാണ്. സ്റ്റുഡിയോയിൽ പണ്ട് നിങ്ങൾ വിലക്ക് പ്രഖ്യാപിച്ചെങ്കിലും എന്തൊരു തിരക്കായിരുന്നു എന്ന് ഓർമ്മ കാണുമല്ലോ. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ.